ചിരിച്ചുകൊണ്ട് നോ പറയാൻ പഠിച്ച പല പ്രശ്നങ്ങളും നമുക്ക് തീർന്നു കിട്ടും ഇല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരത്തി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ അവൾ വർത്താനം പറഞ്ഞപ്പോൾ അവളുടെ വായിൽ നിന്ന് വീണൊരു വാക്കാണ്. ശരിയാണ്, നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ ആവണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അടുത്താണ് കേട്ടോ ഞാനീ പറയുന്നത്. എൻ്റെയൊക്കെ ഒരു ഏജിലുള്ള സ്ത്രീകളുടെ അടുത്താണ് നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് സങ്കടങ്ങൾ കണ്ട് നമ്മളെ കാണാൻ പലപ്പോഴും ആരും ഉണ്ടാവാറില്ല. ഉണ്ടാവാറുണ്ടോ? കൂടെ ഉള്ളവരുണ്ടാവും, അല്ലാത്തവർ പുറകെ നിന്ന് കുത്തുകയുള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കാം. അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. ആദ്യമേ നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വിത്തൊരു കട്ടൻ ചായ. അങ്ങനെ നമ്മൾ രാവിലെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുകയാണ്. കാടമുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്. അപ്പോൾ മനുവേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കാടമുട്ട. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി ഡൗൺ ആയിരുന്നു. എന്നെ ഒന്ന് ചാർജാക്കി എടുത്തത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാണ്. എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ചെന്ന് പറയാൻ അവിടെ അത് മതി. എനിക്ക് ആ ഒരു തോളുണ്ടെങ്കിൽ ചായാൻ എനിക്ക് പറ്റും. അപ്പോൾ ആ ചായാൻ പറ്റിയ തോളിന് ഞാൻ ഓരോ കട്ടൻ ചായ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നമ്മുടെ സെറ്റിയിലെ കുഷ്യനൊക്കെ ഒരുവിധം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു, കുഷ്യൻ്റെ കവർ. അപ്പോൾ ഗിരിജാമ്മ അത് കണ്ടിട്ട് ഈ കഴിഞ്ഞ ഷോർട്സിലെ ഗിരിജാമ്മനെ കണ്ടപ്പോഴത്തേനും വ്ളോഗ് മാറിപ്പോയി, ചാനൽ മാറിപ്പോയി എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗിരിജാമ്മയാണ്, എൻ്റെ അയൽവക്കാണ്. ജിഫിക്ക് അയൽവക്കമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് പറയാം, ഈ കുഷ്യൻ്റെ കാര്യം പറയട്ടെ. ഈ കുഷ്യൻ ആകെ കൂടെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിരിജാമ്മ എനിക്കതിനൊരു കവറൊക്കെ അടിച്ച് നല്ല ഭംഗിയിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഗിരിജാമ്മ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എൽസുവിനൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കും. അന്നമ്മളുടെ കയ്യിലായിരുന്നു എൽസു, ഇപ്പോൾ ഗിരിജാമ്മയുടെ കയ്യിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജിഫിക്ക് അയൽപക്കമൊന്നുമില്ലേ? എൻ്റെ അയൽപക്കക്കാരിയാണ് അത്. കാരണം എൻ്റെ വീട് അറിയാവുന്നവർക്കറിയാം, എൻ്റെ വീടിൻ്റെ പുറകിൽ വലിയൊരു വർക്ക്ഷോപ്പാണ്, സൈഡിലും ഒരു വർക്ക്ഷോപ്പാണ്, കാറൊക്കെ സർവീസ് ചെയ്യുന്നൊരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്നാണോ സർവീസ് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ആണ്. ഫ്രണ്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന 2 വലിയ പറമ്പാണ്. സൈഡിൽ ഞങ്ങളുടെ തറവാടാണ്. അതിപ്പോൾ പൊളിഞ്ഞൊരു വിധത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ഗിരിജാമ്മയുടെ വീട്. അതിൻ്റെ അപ്പുറത്ത് ലളിത ചേച്ചിയുടെ വീട്, വനജ ചേച്ചിയുടെ വീട്, ബിന്ദു ചേച്ചിയുടെ വീട്, അങ്ങനെ പോകും. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വർക്ക്ഷോപ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലാണ്. പിന്നെ മെയിൻ റോഡിലേക്ക് പോവും. ഫ്രണ്ടിൽ നമ്മുടെ വലിയ പറമ്പ് കഴിഞ്ഞിട്ട് വലിയ കടകളാണ്, കടയും ആൾക്കാർ താമസിക്കുന്ന ഏരിയയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അയൽപക്കം എന്ന് പറയുന്നത് കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. അവരുള്ളവരൊക്കെ നല്ലവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾക്ക് ഒത്തുകൂടുകയും സന്തോഷത്തോടു കൂടി വർത്തമാനം പറഞ്ഞ് പിരിയുകയും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിൽ നിന്ന് സമാധാനം കിട്ടിയല്ലോ. എനിക്കുള്ളത് നല്ല അയൽപക്കക്കാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അവിടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ചെറുതായിട്ട് നൈസായിട്ടായത്. അതങ്ങ് ആയി വന്നപ്പോഴത്തേനും ഞാനിവിടെ മുട്ടയൊക്കെ പുഴുങ്ങിയതെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആ മുട്ടയുടെ തോല് കളഞ്ഞെടുത്തത് അങ്ങ് ഇട്ടേച്ചാൽ മതി. ഗിരിജാമ്മ അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കണ കാര്യവും ഗിരിജാമ്മയുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞായിരുന്ന സമയത്തിട്ടുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ എൽസുവിന് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയല്ലോ. അപ്പോൾ ഈത്തപ്പഴമൊക്കെ വെള്ളത്തിലിട്ട് ചൂടാക്കി സെറ്റാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പുറമേ അഴുക്കുണ്ടാവുമെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി കഴിയുമ്പോൾ ആ അഴുക്കൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അഴുക്ക് പോയി കഴിയുമ്പോഴത്തേനും ആ തോല് നല്ല സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഈത്തപ്പഴം എന്തായാലും, ഈത്തപ്പഴം എന്ന് പറയുന്നത് ഈന്തപ്പഴം, ചില സ്ഥലത്ത് കാരക്ക എന്ന് പറയും, ചില സ്ഥലത്ത് ഈന്തപ്പഴം എന്ന് പറയും, ഈത്തപ്പഴം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈത്തപ്പഴം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈന്തപ്പഴം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ് ആ സാധനത്തിന്. അതൊരു 1 അല്ലെങ്കിൽ 1.5 ഈന്തപ്പഴം നമ്മളതിലേക്ക് ചേർത്താൽ മതി. ഞാൻ അന്നിക്കും ചോക്കൂട്ടിനൊക്കെ പനങ്കൽക്കണ്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ പനങ്കൽക്കണ്ടം ശരിയാണ്, ഡയറക്റ്റ് പൊഴിച്ച് നമ്മളതിലേക്ക് ഇടുമ്പോഴത്തേനും ഒരുപാട് അഴുക്കുകളുണ്ടാവും, നമ്മൾ അറിയേല. പിന്നെ അത് ഉരുക്കി അത് പാനിയാക്കി എടുത്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉറുമ്പിൻ്റെ ശല്യമുണ്ട്, പ്രത്യേകിച്ച് ഈ തണുപ്പ് വരുന്ന സമയത്ത്. കഴിഞ്ഞ ദിവസം 1 ടിന്ന് പഞ്ചസാര അങ്ങനെ തന്നെ കൊട്ടിക്കളയേണ്ട അവസ്ഥ വന്നു. ജോക്കൂട്ടിൻ്റെ ഇടയ്ക്ക് ദോശയൊക്കെ കഴിക്കുമ്പോൾ കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഞ്ചസാര എടുത്ത് കഴിക്കുന്നൊരു പരിപാടിയുണ്ട്. അവൻ ശരിക്കും അപ്പോൾ ടിന്നടക്കില്ല. ഇപ്പോൾ സ്ലാബിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് പഞ്ചസാര ടിന്നെടുത്തിട്ട് പഞ്ചസാര എടുത്ത് പുട്ടാണെങ്കിലും അതേപോലെ ദോശയാണെങ്കിലും ഒക്കെ കൊച്ചു കഴിക്കും. അപ്പോൾ കഴിക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ടിന്ന് അടച്ചു വയ്ക്കണമെന്ന് പറയുമ്പോഴും പക്ഷെ അവൻ അത്രയ്ക്കത് പ്രഷറിൽ അടച്ചു വയ്ക്കാൻ അറിയില്ല. അടച്ചു വെച്ചാൽ അതിൽ ഉറുമ്പ് കയറാറുണ്ട്. നല്ല ടൈറ്റിൽ അടച്ചു വയ്ക്കണം. പൊടി ഉറുമ്പാണ്, ഒരുമാതിരി വൃത്തികെട്ട മണമാണ് ആ ഉറുമ്പിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളയേണ്ടി വന്നു.
അതുമല്ല ഈ നമ്മൾ പനങ്കൽക്കണ്ടം ഉരുക്കി വെക്കുമ്പോഴത്തേനും ഉറുമ്പ് വന്ന് കയറും നമ്മുടെ വീട്ടിൽ. പക്ഷേ ഈന്തപ്പഴം അങ്ങനൊരു ഉറുമ്പ് കയറ്റം ഇല്ല. ഞാൻ അത്രയും കവറിലാക്കി ടൈറ്റാക്കിയൊക്കെയാണ് വെക്കുന്നത്. അത്യാവശ്യമുള്ളൊരു 3-4-5 എടുത്ത് മാത്രമേ ഞാൻ വേറൊരു ചെറിയ ഇതിൽ വെക്കത്തുള്ളൂ. അത് ചൂടുവെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ എൽസൂര് ഞാൻ കണ്ണങ്കായുടെ പൊടിയും കൊടുക്കുന്നുണ്ട്, അതേപോലെ റാഗി പൊടിയും കൊടുക്കുന്നുണ്ട്. റാഗി പൊടിച്ച് അവർ പറയുന്നത് ഒന്നും തന്നെ അരിച്ച് കളയാനില്ല എന്ന് പറയുമെങ്കിലും ഞാനൊരു 2 to 3 ടൈംസ് ഞാൻ അരിക്കും. അതിൽ ചെറിയ ഉമിയൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കളഞ്ഞ ശേഷമാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് ഞാൻ നോക്കും വയറുവേദനയുണ്ടോ, വയറ്റിൽ നിന്ന് പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കിയ ശേഷമാണ് കൊടുക്കുന്നത്. നമ്മൾ അതേപോലെ കണ്ണങ്കായ ആണെങ്കിലും നന്നായിട്ട് ഉടച്ച് അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ ശേഷമാണ് ഞാൻ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത്. ഈന്തപ്പഴത്തിൻ്റെ തൊലി ഇതിങ്ങനെ അങ്ങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് പോന്ന് കിട്ടും. വലിയ പാട് കാര്യങ്ങളൊന്നുമില്ല, നല്ല മധുരമാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതേപോലെ ചോക്ലേറ്റ്സുകൾ മാത്രം കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, ഞാൻ ആ ഷോപ്പിൻ്റെ പേര് മറന്നുപോയി. അവിടെ നിന്നാണ് ഇത് മേടിച്ചത്. ഇപ്പോൾ 2ാമത്തെ സെറ്റ് ഈന്തപ്പഴമാണ് മേടിക്കുന്നത്. അത് നമ്മൾ ലുലുന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈന്തപ്പഴം മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ലുലുവിലോട്ട് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ നിന്നുള്ള അടുത്ത് നമ്മുടെ സിഗ്നലിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്, ഞാൻ മറന്നുപോയി കേട്ടോ പേര്. അവിടെ നിന്നാണ് മേടിച്ചത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തോല് കളഞ്ഞ് സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് കാച്ചി വെച്ച കുറുക്കിൻ്റെ ഇച്ചിരി ഇട്ടിട്ട് അതിലെല്ലാം കൂടി അങ്ങനെ മിക്സാക്കി ഈ ഈന്തപ്പഴവും കുറുക്കും കൂടിയിട്ടുള്ള ഈ കൂട്ട് തിരിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ഡയറക്റ്റ് ഈന്തപ്പഴം ഉടച്ചത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തും ഈവനായിട്ട് മിക്സ് ആവണം എന്നില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ കുറുക്കിലിട്ട് ഈന്തപ്പഴം വേവിച്ചിട്ടുണ്ടെങ്കിൽ മധുരം കുറഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇതാകുമ്പോഴത്തേന് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് മധുരം മുമ്പിട്ട് നിൽക്കുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആവും. പിന്നെ തണുപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. കണ്ണങ്കായയാണ് ഇപ്പോൾ ഇത് കണ്ണങ്കായയുടെ പൊടിയാണിത്. റാഗിപ്പൊടിയും ഇങ്ങനെ തന്നെയാണ്, റാഗിപ്പൊടി അരിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതവിടെ അങ്ങടേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ തലേ ദിവസം തന്നെ, നല്ല ദിവസമല്ല കേട്ടോ, രാവിലെ എണ്ണീറ്റിട്ട് കുറച്ച് വെള്ളയപ്പത്തിൻ്റെ പൊടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ പൊടിയാണ്. ഇഡ്ഡലി മാവ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കരുതി ദോശയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കരുതി കഴിഞ്ഞ ദിവസവും ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയായിരുന്നു, നമുക്കിന്നപ്പോൾ വെള്ളയപ്പമാക്കാമെന്ന് കരുതി. വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ആക്കിയെടുക്കുകയാണ്. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് എനിക്ക് വെള്ളയപ്പത്തിൻ്റെ മാവിൽ വെള്ളം കൂടി പോവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ നമ്മളിങ്ങനെ വെള്ളയപ്പം എടുത്തു കഴിയുമ്പോൾ വെള്ളയപ്പത്തിനൊരു ശുഷ്കാന്തി ഉണ്ടാവില്ല. ആ വെള്ളയപ്പം ഇങ്ങനെ ഇന്ന് തരില്ല നാളെ തരില്ല എന്ന് പറഞ്ഞിട്ട് പോലുള്ള ഒരു ഒരു അവിഞ്ഞു കൊവിഞ്ഞൊരു വെള്ളയപ്പമായിരിക്കും. പലപ്പോഴും നിങ്ങളെൻ്റെ വ്ളോഗ് കാണുമ്പോഴും അല്ലെങ്കിൽ അതിൽ വോയിസ് കേൾക്കുമ്പോഴും ബാക്കിൽ കൂടി വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കാം. നമ്മുടെ വീട് റോഡ് സൈഡാണ്. ചേച്ചിയുടെ വീട് എവിടെയാണ്, ചേട്ടൻ എന്താണ് ജോലി, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വ്ളോഗിലും ഞാൻ പറയാറുണ്ട് എൻ്റെ വീട് ചേരാനല്ലൂരാണ്, എടപ്പള്ളി ചേരാനല്ലൂരാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, കറണ്ട് പോയി. ഇനിയുള്ള വ്ളോഗിൻ്റെ ബാക്കി ഭാഗം നിങ്ങളൊന്ന് ഇരുട്ടത്ത് വെച്ചായിരിക്കും, ഇരുട്ടിലൂടെ ആയിരിക്കും കാണാൻ, എനിക്ക് അത്ര തെളിച്ചുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ്റെ ജോലി, ചേട്ടൻ ഒരു ഇൻഷുറൻസ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ബാങ്കിൻ്റെ തന്നെ, സിഗ്ന ലൈഫ് ഇൻഷുറൻസ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഒരു 2-3 വർഷമായി അതിൽ വർക്ക് ചെയ്യണു. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അതേപോലെ യൂട്യൂബ് ചാനലും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളാണ്. അന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജോക്കുട്ടൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എൽസു അവൾക്ക് 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 3 പേരും 6 വയസ്സ് ഇടവിട്ട് ഉള്ള മക്കളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കൊച്ചു കുടുംബം. വെള്ളയപ്പമൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അപ്പനും അമ്മയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അപ്പനും അമ്മയും ഇല്ല, 2ആളും മരിച്ചുപോയി. എൻ്റെ കല്യാണത്തിനൊരു 3 വർഷം മുന്നെയാണ് അപ്പച്ചൻ മരിച്ചത്. കല്യാണം കഴിഞ്ഞ് 21ാമത്തെ ദിവസം അമ്മയും മരിച്ചു. 2 പേരും വയ്യാത്ത ആൾക്കാരായിരുന്നു. അവർക്ക് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, അപ്പച്ചന് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിബ്ലിങ്സ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആരുമില്ല, ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. അങ്ങനെ നല്ലൊരു മഴക്കാരിങ്ങനെ ഇടിച്ചു കുത്തി വരുന്നുണ്ട്. കാറ്റ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എവിടെയോ ഒരു മരം വീണിട്ടാണ് നമ്മുടെ കറണ്ട് പോയിട്ടുള്ളത്. ഞാനപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇരുട്ടത്ത് നമ്മൾ എങ്ങനെയൊക്കെ എടുത്താലും ശരിയാവത്തില്ല. കാറിങ്ങനെ അങ്ങാട് വരുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ആന വരുന്ന പോലെ ഫീൽ ചെയ്യും. മഴക്കാർ വരുമ്പോഴത്തേനും ആന ഇങ്ങനെ വരില്ലേ, നമ്മുടെ റോട്ടിൽ കൂടെയൊക്കെ നടത്തിക്കൊണ്ട് പോയില്ലേ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മോളോട് പറയുമ്പോൾ അവൾ പറയുക അവൾക്ക് ഇങ്ങനെ തിമ്മിങ്കലം നീന്തി വരുന്ന പോലെയാണ് തോന്നുന്നതെന്ന്. ഇത് നമ്മൾ റീലിലൊക്കെ കാണില്ലേ, അതാണ് തോന്നണേന്ന്. അപ്പം ഞാൻ ബാക്കിയുള്ള വെള്ളയപ്പം കൂടി ചുറ്റിച്ചെടുക്കുകയാണ്. എൽസുവിൻ്റെ കുറുക്കെടുത്ത് വെച്ചിട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ചിലർ പറയും ചെറു ചൂടിൽ കൊടുക്കാം, അതായത് പക്ഷേ എനിക്ക് സങ്കടം വരും. ഇച്ചിരി ചൂടൊക്കെ കൊള്ളുമ്പോൾ അവർക്ക് അറിയും, അവരിങ്ങനെ അന്തം വിട്ടാരും ചിലപ്പോൾ കുടിക്കുമായിരിക്കും. പക്ഷെ ഞാൻ നന്നായിട്ട് ആറി
എന്നുവെച്ചാൽ ഇട്ടപ്പറ്റ അങ്ങോട്ട് തണുപ്പിച്ചല്ല, എന്നാലും ഞാൻ അത്യാവശ്യം ആറിയ ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം എന്നെയും ജോക്കുട്ടനും പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ മുട്ട വേണ്ട, കുഞ്ഞു മുട്ട മതി. അപ്പോൾ അത് അങ്ങനെ കുഞ്ഞു മുട്ട വെച്ചിട്ട്, അത് ലാമ്പിൻ്റെ വെട്ടാണ് കേട്ടോ, ലൈറ്റിൻ്റെ അല്ല, നമ്മുടെ എമർജൻസി ലാമ്പിൻ്റെ വെട്ടാണ് ആ കാണുന്നത്. അപ്പം അങ്ങനെ വെള്ളയപ്പം കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളയപ്പമാണ്. അപ്പോൾ ജോക്കുട്ടൻ അന്നക്കുട്ടിക്കുള്ളത് എടുത്തുകൊണ്ട് പോവുകയാണ്. മനുവേട്ടനൊരു കോള് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൽസു അന്നയുടെ കയ്യിലായിരുന്നു. പിന്നെ ഞാൻ എൽസുവിനെ എടുത്തിട്ട് കുറുക്ക് കൊടുക്കുകയാണ്. ഇവർക്ക് കൊടുത്ത് അന്നയും ജോക്കൂട്ടനും കഴിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിനെ ഞാൻ അന്നയുടെ കൈ കൊടുക്കും, എന്നിട്ട് ഞാനും ചേട്ടനും കഴിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നേരം വെളുത്ത് അധികം നേരമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് എൽസുവിന് കുറുക്കൊക്കെ കൊടുത്ത് വേഗം തന്നെ കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ, അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും താങ്ക് യു.